ഗവർണറുമായി തെറ്റിനിൽക്കുന്ന സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് നയപ്രഖ്യാപന പ്രസംഗം. ഈ മാസം അവസാനം ഗവർണറുടെ പ്രസംഗത്തോടെ വേണം നിയമസഭാ സമ്മേളനം തുടങ്ങാൻ. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ ഗവർണർ ബന്ധം വെച്ച് നോക്കുമ്പോൾ അത്ര എളുപ്പമാകില്ല അത്. കലണ്ടർ വർഷത്തിലെ ആദ്യ സഭാ സമ്മേളനം ചേരേണ്ടത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകണം. സർക്കാരിന്റെ നയമാണ് ഗവർണർ അവതരിപ്പിക്കേണ്ടത്. നേരത്തെ പലതവണ പ്രഖ്യാപന പ്രസംഗം ആയുധമാക്കി സർക്കാരിനെ ആരിഫ് മുഹമ്മദ് ഖാൻ മുൾമുനയിൽ നിർത്തിയിരുന്നു. ഒരു തവണ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം വായിക്കില്ലെന്ന് നിലപാടെടുത്തു. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ നിലപാട് മാറ്റി. മറ്റൊരിക്കൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തലേന്ന് രാത്രി വരെ പ്രസംഗത്തിന് അനുമതി നൽകാതെ പിടിച്ചുവെച്ച് സർക്കാരിനെ ആശങ്കയിലാക്കി. വേറൊരു തവണ താൻ സർക്കാരിനയച്ച കത്ത് പുറത്തുവിട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് സഭയിലെത്തില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ശാഠ്യം പിടിച്ചു. അങ്ങനെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ KR ജ്യോതിലാലിനെ മാറ്റി നിർത്തി സർക്കാർ ഗവർണറുടെ പിടിവാശിക്ക് വഴങ്ങി. ഇങ്ങനെ നയപ്രഖ്യാപനം ആയുധമാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോട് വിലപേശൽ നടത്തിയ സന്ദർഭങ്ങൾ നിരവധിയാണ്. അന്നൊക്കെ മുഖ്യമന്ത്രി ഇടപെടുമ്പോൾ പ്രശ്നപരിഹാരത്തിന് ഗവർണർ തയ്യാറായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കണ്ടാൽ പോലും മുഖം തിരിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ആഴ്ച രാജ്ഭവനിൽ നടന്ന മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് കണ്ടതാണ്. പരസ്പരം ഇത്രയധികം വിദ്വേഷം കൊണ്ട് നടക്കുന്ന ഗവർണറും മുഖ്യമന്ത്രിയും എങ്ങനെ ഒത്തുപോകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. സർക്കാരിന്റെ നയം സഭയിൽ അവതരിപ്പിക്കേണ്ടത് ഗവർണറുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. എന്നാൽ ബന്ധം ഇത്രയധികം വഷളായ സാഹചര്യത്തിൽ അതിന് ഗവർണർ അത്ര എളുപ്പം വഴങ്ങുമോ എന്ന് കണ്ടറിയണം. ഈ മാസം 25-ന് നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം തുടങ്ങാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഗവർണർ പ്രഖ്യാപന പ്രസംഗം നടത്താൻ തയ്യാറായില്ലെങ്കിൽ നിയമവഴി മാത്രമാകും സർക്കാരിന്റെ മുന്നിൽ അവശേഷിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം.